ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ എത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലും 1000 പ്രാവശ്യം ക്ഷേത്ര ദർശനം നടത്തിയാലും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിച്ചു എന്ന് വരികയില്ല. 40 വർഷമായി ക്ഷേത്രത്തിൽ പോകുന്നു, ഒരു ഫലവും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ ഇതെല്ലാം നിഷ്ഫലമാണ്. വീട്ടിൽ ചെന്ന് ചെയ്യേണ്ട ജോലികളെപ്പറ്റി ചിന്തിച്ചും തിരികെ പോകാനുള്ള ധൃതിയിലും ക്ഷേത്ര ദർശനം നടത്തിയാൽ അതിന് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല. ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും ഈശ്വരനാമം ജപിക്കുക. നാമജപത്തിലൂടെ ഹൃദയം ശുദ്ധമായാലേ ഈശ്വരന് ഉള്ളിൽ വസിക്കുവാനാകൂ. നിങ്ങളുടെ ഹൃദയം ഈശ്വരനിലേക്ക് ട്യൂൺ ചെയ്യണം. തിരുപ്പതിയിലോ കാശിയിലോ പോയതുകൊണ്ട് മാത്രം മുക്തി ലഭിക്കില്ല. അങ്ങനെ ലഭിക്കുമായിരുന്നെങ്കിൽ അവിടെ സ്ഥിരതാമസമാക്കിയവർക്കെല്ലാം എന്നേ മുക്തി ലഭിക്കുമായിരുന്നു. അവിടെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, അതുപോലെ അക്രമങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ മുക്തി ലഭിക്കേണ്ടതല്ലേ? അപ്പോൾ സ്ഥലമല്ല പ്രധാനം, ഹൃദയശുദ്ധിയാണ്. ഹൃദയം ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കലാണ്. അതുപോലെ ക്ഷേത്രത്തിൽ പോയി വലിയ വഴിപാടുകളും പൂജകളും കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മനസ്സ് സാധനകളിലൂടെ പൂർണ്ണമായും ഭഗവാനുമായി ഐക്യപ്പെടണം. അതിനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ വഴിപാടുകൾ. ഈ ഐക്യപ്പെടലിന് ഏറ്റവും ലളിതവും ഉത്തമവുമായ മാർഗമാണ് നാമജപം. ഈശ്വരനാകുന്ന റിലേ കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കുമായാണ് അനുഗ്രഹം എന്ന പരിപാടി റിലേ ചെയ്യുന്നത്, സംപ്രേഷണം ചെയ്യുന്നത്. അത് നമ്മുടെ ഹൃദയമാകുന്ന റേഡിയോ അല്ലെങ്കിൽ TV അതിനനുസരിച്ച് ട്യൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ട്യൂണിംഗ് ആണ് ജപവും ധ്യാനവും മറ്റും. അതുവഴി ഈശ്വരാനുഗ്രഹം നമ്മിലേക്ക് പ്രസരിക്കുന്നു. ഈ ട്യൂണിംഗ് ശരിയായില്ലെങ്കിൽ റിലേ തടസ്സപ്പെടും. ശ്രുതിക്ക് പകരം അപശ്രുതികളുണ്ടാകും. തെളിഞ്ഞ ചിത്രത്തിന് പകരം വികലമായ ചിത്രം പതിയും. അതുകൊണ്ട് ഈ ട്യൂണിംഗ് ശരിയാക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.